സൂര്യൻ തിരുമേനിയുടെ മകൾ മരിച്ചുപോയി. അതറിഞ്ഞിട്ടാ ഞാനും വന്നത്. ഈ ദുരന്തം നിങ്ങൾ വിളിച്ചു വരുത്തുകയായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ. ഈ പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർക്ക് കഴിയുമോ? ഞങ്ങൾ ഇവിടുന്ന് പോയത് 9 മണിക്കാണ്. ഇപ്പൊ 12 മണി. ഇതിനിടയ്ക്ക് ഇവിടെ ഇരുന്ന് കുരിശും പൂക്കളൊക്കെ എടുത്ത് മാറ്റിയതാണ്. ക്ഷമിക്കണം, ഞാനാണ്. താരച്ചിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് എടുത്ത് മാറ്റിയത്. അതൊക്കെ മാറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നാണോ അങ്ങ് പറയുന്നത്? എങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടും ഡോക്ടർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ഇതിനൊക്കെ ഉത്തരവാദി അവനാണ്, അവൻ മാത്രം. കൗണ്ട് ഡ്രാക്കുള, ഈ ലോകം കണ്ടയിൽ ഏറ്റവും ഭീകരനായ പിശാച്, ദ മോസ്റ്റ് ഡേഞ്ചറസ് ബ്ലഡ് സക്കിംഗ് വാമ്പയർ. ആ പിശാചി മുറിയിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പല വേഷത്തിലും രൂപം മാറി നടക്കാൻ കഴിവുള്ളവനാണ് ഡ്രാക്കുള. പല്ലി ഇഴയും പോലെ എത്ര നില കെട്ടിടത്തിലും അവൻ ഇഴഞ്ഞു കയറും. അതിലുപരി കുറച്ചു ദൂരം പറക്കാനും കഴിയും. 20-ലേറെ മനുഷ്യരുടെ ശക്തിയുള്ള ആ രക്തരക്ഷത്തിനെ നേരിടുക അത്ര നിസ്സാരമല്ല. നിങ്ങളീ കാണുന്നത് ഈ പെൺകുട്ടിയുടെ ശവശരീരമല്ല, മരിച്ചിട്ടും മരിക്കാത്ത ഡെത്ത്ലെസ് ബോഡിയാണ്. നാളെ മറ്റൊരു വാമ്പയറായി മനുഷ്യരക്തം കുടിച്ച് ഇവളും ഈ നാട്ടിലായി. ഡ്രാക്കുളയുടെ രക്തം അത്രമേൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസാണ്. ഇവളും ഒരു പിശാചാകാതിരിക്കണമെങ്കിൽ ഇവളുടെ ശരീരത്തിൽ നിന്ന് ഹൃദയം പുറത്തെടുക്കണം, അല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ അത് നശിപ്പിക്കണം. വേണ്ട, അതൊന്നും വേണ്ട. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്റെ അച്ഛൻ വന്നിട്ട് വേണ്ടതൊക്കെ ചെയ്തോളൂ. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നാളെ ബോഡി വിട്ടു കിട്ടുള്ളൂ. സൂര്യൻ തിരുമേനെ വിവരം അറിയിച്ചോ? അദ്ദേഹം വരാൻ കൂടുതൽ താമസിച്ചാലോ? അതുവരെ ഈ ബോഡി വെച്ചുകൊണ്ടിരിക്കുന്നത് ആപത്താണ്. അച്ഛൻ രാവിലെ എത്തും. അതുവരെ ചേച്ചിയുടെ ബോഡി മോർച്ചറിയിൽ വെക്കാം. Yeah.